ബുസാൻ സൗത്ത് കൊറിയ. നല്ല കിടിലൻ ലൊക്കേഷനാണ്. ടെമ്പറേച്ചർ ചെറിയ തണുപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടുത്തെ സമയം ഇപ്പോൾ 12 മണിയാണ്. സിറ്റി ട്രാഫിക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ നോർമലായിട്ടുള്ളൊരു സിറ്റി ലൈഫാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല. ഇവിടെ ഫുള്ള് സ്നോ ആയിരുന്നു. അതുകൊണ്ട് കുറച്ച് വിൻഡ് ഉള്ളതുകൊണ്ട് പുറത്തോട്ട് അവർ അലോ ചെയ്തില്ല. ഇപ്പോൾ എല്ലാം ക്ലിയറായി. ഇപ്പോൾ നോർമൽ ലൈഫിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓരോ സമയത്തും ഇവിടുത്തെ വിൻഡ് മോശമാവുന്ന സമയത്ത് വെതർ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരികയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മുടെ ഫോണിൽ എമർജൻസി അലർട്ട് വന്നുകൊണ്ടിരിക്കും. ഫുള്ള് അലർട്ട് സേഫ്റ്റി ആയിട്ടുള്ള ലൊക്കേഷനാണ് ബുസാൻ സൗത്ത് കൊറിയ. ഇപ്പോൾ ഇവിടുത്തെ ഈ കാണുന്നത് ആൾക്കാരിരിക്കുന്നത് ട്രെയിൻ വരാൻ വേണ്ടിയാണെന്ന് വിചാരിക്കും. സംഭവം ട്രെയിനല്ല, അവരുടെ ബസ് സ്റ്റോപ്പാണത്. ബസ്സിന് പോകാൻ വേണ്ടി മാത്രം സെപ്പറേറ്റ് ഒരു ലൈൻ പോലെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും ട്രാഫിക് ഇല്ലാണ്ട് തന്നെ ബസ് നമ്മൾ ഉദ്ദേശിച്ച ഡെസ്റ്റിനേഷനിൽ നമുക്ക് എത്താൻ സാധിക്കും. പിന്നെ ഇവിടുത്തെ മെട്രോ ഒക്കെ ഓടുന്നതെല്ലാം അണ്ടർഗ്രൗണ്ടിലാണ്. അത് ഭൂമിക്കടിയിലൂടെയാണ് എല്ലാ മെട്രോയും ഇവിടെ അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. കാണുന്നത് ഇവിടുത്തെ ബസ് സ്റ്റോപ്പാണ്. കണ്ടില്ലേ, അത്രയ്ക്ക് അവർ മുമ്പിലാണ് എല്ലാ ഫെസിലിറ്റിയിലും. ബസ്സിന് പോകാൻ വേണ്ടി മാത്രം ഒരു ലൈൻ തന്നെ സെപ്പറേറ്റ് ചെയ്തേക്കും. എല്ലാം കിടക്കുന്നതാണ് അവരുടെ സിറ്റി ബസ്. ഇവിടുത്തെ സിഗ്നൽ ക്രോസ് ചെയ്യുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും വളരെ അച്ചടക്കത്തോടു കൂടി തന്നെ വെയിറ്റ് ചെയ്യുന്നു. സ്ലോലി കടന്നു പോകും. എന്തായാലും ഒരു അടിപൊളി സ്ഥലം ആണ് സൗത്ത് കൊറിയ. നമ്മുടെ സഞ്ചാരം വീണ്ടും തുടങ്ങിക്കഴിഞ്ഞു. ഇത് കണ്ടില്ലേ, ഈ ലൈൻ കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും. ബസ്സിന് പോകാൻ വേണ്ടി മാത്രം ചെയ്തേക്കുന്ന ഒരു ലൈനാണ്. അതിൽ അത്രയ്ക്ക് സപ്പോർട്ടീവാണ് ട്രാഫിക് സിസ്റ്റം സൗത്ത് കൊറിയ. ബുസാൻ സൗത്ത് കൊറിയ. ഇതെല്ലാം ഷോപ്പുകളാണ്. കണ്ടില്ലേ ബസ് കിടക്കുന്നത്, ബ്ലൂ കളറിലുള്ള ബസ്. ആ ബസ്സിന് പോകാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു വേ കൊടുത്തേക്കുന്നത്, ലെഫ്റ്റും റൈറ്റും. എന്നാലും സംഭവം ഇങ്ങനൊരു ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു സംഭവം ഒന്ന് കാണാൻ തന്നെ സാധിച്ചത്. പല രാജ്യത്ത് പോയെങ്കിലും ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ്. ഇതാ പോകുന്നു ഇവരുടെ സിറ്റി ബസ്. കടകളിലെല്ലാത്തിലും അവരുടെ ഭാഷയിലാണ് കൊടുത്തിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഇംഗ്ലീഷിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. പല ഷോപ്പുകളിലും അവരുടെ ലാംഗ്വേജാണ് കാണാൻ സാധിക്കുന്നത്. സോ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ഉള്ളത് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഷട്ടിൽ ബസ്സിലാണ്. ഓരോ പോർട്ടിലെത്തിക്കഴിഞ്ഞാലും കമ്പനി തന്നെയാണ് ഷട്ടിൽ ബസ് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നത്. അവിടെ ക്രൂ ഉള്ളൊരു കോമ്പൻസേഷൻ വേണമെങ്കിൽ പറയാം. അതാ പോകുന്നു ഇവരുടെ സിറ്റി ബസ്. ഒട്ടും ട്രാഫിക്കില്ല. ഒരത്രയ്ക്ക് രീതിക്കാണ് അവർ ചെയ്തേക്കുന്നത്. തൊട്ടപ്പുറത്ത് കൂടി പബ്ലിക്കിനായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷനും അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഫുട്പാത്തും കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇവിടുത്തെ ട്രാഫിക് സിസ്റ്റം ശരിക്കും ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളിയാണ്. ഒട്ടും ട്രാഫിക്കില്ല. അതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള അട്രാക്ഷൻ. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സീസണാണ്. ഇപ്പോൾ ഇത് ഔട്ട് ഓഫ് സീസണാണ്. സീസൺ കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തോടൊന്നും വരാൻ പറ്റില്ല. ഫുള്ള് ഐസ് മൂടി കിടക്കുന്ന അവസ്ഥയാണ്. പിന്നെ വെതർ എങ്ങനെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ അലർട്ട് വരും മൊബൈൽ ഫോണിൽ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം സെക്യൂറായിട്ടുള്ള പ്ലേസിൽ എത്തിച്ചേരുകയും ചെയ്യാം. എന്തായാലും ഫുള്ള് സിസ്റ്റമാറ്റിക്കലുള്ള സിറ്റിയാണ് സൗത്ത് കൊറിയ ബുസാൻ. നല്ല നല്ല കാഴ്ചകളാണ് ഗ്ലാസ്സിലൂടെ സൈഡിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും
ഇവിടെ തന്നെ ഇവിടെ ഒന്ന് വരാൻ പറ്റി. അതിനൊരു മഹാഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. അത് കണ്ടില്ലേ ട്രാഫിക്കിൻ്റെ സിഗ്നൽ അവർ കൊടുത്തിരിക്കുന്നത് റോഡിലെ പല പല കളറായിട്ട്. ആ രീതിക്കാണ് അവർ ട്രാഫിക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരു സൈഡിൽ പോലും പോലീസുകാരെ കാണാൻ സാധിച്ചില്ല. അതാണ് ഇവരുടെ വൻ വിജയം എന്ന് വേണമെങ്കിൽ പറയാം. പബ്ലിക് അത്ര സപ്പോർട്ടീവാണ്. അതുകൊണ്ട് ഓരോ സ്ഥലത്തും പോലീസിൽ നിന്ന് കൺട്രോൾ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ അതിന് പകരം അവർ യൂസ് ചെയ്യുന്നത് ക്യാമറ സിസ്റ്റമാണ്. എല്ലാ സ്ട്രീറ്റിലും എല്ലാ ലൊക്കേഷനിലും അവർ ക്യാമറ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഡെസ്റ്റിനേഷൻ ഓൾമോസ്റ്റ് അടുത്ത് കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് ബസ് വളക്കാൻ വേണ്ടി വെയിറ്റിങ്ങിനാണ്. ഇവിടെ നിന്നും ലെഫ്റ്റ് സൈഡിലേക്കാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ലൊക്കേഷനിലേക്ക് നമുക്ക് ഇറങ്ങേണ്ടത്. നമ്മുടെ ബസ് സ്ലോലി വളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കാണുന്നത് ടൂറിസ്റ്റാണ്. അവർ എൻജോയ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. സോ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും അവരുടെ ഫെസിലിറ്റി എത്ര രീതിക്കാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ പറ്റും. റോഡ് സൈഡിൽ ഏതെങ്കിലും അഴുക്കുകളുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒരഴുക്ക് പോലും ഇവിടെ കാണാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അതാണ് ആ സിറ്റിയുടെ അവിടുത്തെ പബ്ലിക് ലൈഫും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ്റെയും വൻ വിജയം. അത്ര ആ രീതിക്കാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. റോഡുകളടക്കം ഒരു പ്ലാസ്റ്റിക്കോ ഒരു അഴുക്കോ പോലും അവർ റോഡിൽ ഇടുന്നില്ല. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. റോഡ് തന്നെയൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മുടെ ബസ് മൂവ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വായിക്കാൻ മനസ്സിലാവണമെന്നോ അറിയില്ല. ഇതെല്ലാം കൊറിയൻ ലാംഗ്വേജിലാണ് കൊടുത്തേക്കുന്നത്. വളരെ ബുദ്ധിമുട്ടാണ് വായിച്ച് എടുക്കാനായിട്ട്. ഇത് നമ്മൾ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലാണ് എത്തിയിരിക്കുന്നത് ബസ് ട്രാൻസ്പോർട്ടേഷൻ്റെ. സോ സ്ലോലി നമ്മളുടെ ഡെസ്റ്റിനേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ കാണുന്നത് ഇവിടുത്തെ ലോക്കൽ ബസ്സാണ്. സോ ഒരു ലോക്കൽ ബസ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നു. അതാ പോകുന്നു വേറൊരു ലോക്കൽ ബസ്. നമ്മുടെ ഡെസ്റ്റിനേഷൻ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. സോ സ്ലോലി കമ്പനി പ്രൊവൈഡ് ചെയ്ത ഷട്ടിൽ ബസ് അതിൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് റീച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ ഓരോ റോഡിലും കളർ കോഡ് കൊടുത്തേക്കുന്നത്. അവർ ആ രീതിക്കാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏതെങ്കിലും ഒരു പോലീസുകാരോ ട്രാഫിക് സിസ്റ്റമോ റോഡിലുണ്ടോ എന്ന്. ഫുൾ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റമാറ്റിക്കാണ്. എല്ലാ പബ്ലിക് മുഴുവനും അത്രയ്ക്ക് സപ്പോർട്ടീവ് ആയതുകൊണ്ടാണ് അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ടോപ്പ് സൈഡിൽ ഒരു ക്യാമറ നിൽക്കുന്നത്. സോ ഒരാൾ വന്നിട്ട് ട്രാഫിക്കിൽ വന്ന് നിൽക്കേണ്ട കാര്യമില്ല. എല്ലാം ക്യാമറയിലൂടെ മുഴുവൻ നമുക്ക് കൺട്രോൾ ചെയ്യാം. അതാണ് അവിടുത്തെ സിറ്റിയുടെ വിജയം. ഇല്ല ഫുള്ളും അവരുടെ കൊറിയൻ ലാംഗ്വേജാണ്. നെക്സ്റ്റ് ട്രാഫിക്കിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഡെസ്റ്റിനേഷൻ ഓൾമോസ്റ്റ് എത്താറായി. അവിടുത്തെ അടുത്ത ബസ് സ്റ്റോപ്പ്. ഇതെല്ലാം ബസ് സ്റ്റോപ്പാണ് ഈ കാണുന്നത്. ഓരോ ഇതുണ്ടല്ലേ ബസ് പോകുന്നത്. ട്രെയിൻ പോകുന്ന രീതിക്കാണ് അവിടുത്തെ ലോക്കൽ ബസ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കീഴിലും ബസ്സാണ്. ആദ്യം വിചാരിച്ചു സംഭവം റെയിൽവേ ക്രോസിംഗ് വല്ലതും ആയിരിക്കും. റെയിൽവേ ക്രോസിംഗ് പോലെയാണ് അവർ ബസ് പോകാൻ വേണ്ടി ചെയ്തേക്കുന്നത്. സംഭവം എന്തായാലും കൊള്ളാം. ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് ഇവിടുത്തെ ക്ലൈമറ്റും ഇവരുടെ ഫെസിലിറ്റിയൊക്കെ ഒന്ന് കാണണം. അത് അനുഭവിക്കുമ്പോൾ മാത്രമേ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ എന്താണ് സൗത്ത് കൊറിയ എന്ന്. കണ്ടില്ലേ ബസ് സ്റ്റോപ്പിലെ ഡീറ്റെയിൽസ്. തൊട്ടപ്പുറത്ത് സെൻട്രൽ ഗ്ലാസ്സിൽ ഒരു സ്ക്രീൻ ഫിറ്റ് ചെയ്തിട്ട് അതിലൂടെ നമുക്ക് ഡീറ്റെയിൽസ് വരെ കൊടുക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ മാത്രം കാണുന്ന സംഭവം